ഇരിട്ടി മേഖലയിലെ ജലാശയങ്ങളിൽ അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി ഇരിട്ടി ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും സംയുക്തമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പദ്ധതിയുടെ ഉദ്ഘാടനം ഇരിട്ടി ഇക്കോ പാർക്കിൽ ആദ്യ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ നിർവഹിച്ചു. അപ്പോൾ അതിനകത്തെല്ലാം ഉപയോഗിക്കുന്ന കോറികളുണ്ടാകും, കുളങ്ങളുണ്ടാകും, പുഴകളുണ്ടാകും, ഡാമുകൾ, ചെക്ക് ഡാമുകൾ, പിന്നെ കുളങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ വരെ, ഈവൻ ചെറിയ പുഴയുടെ തോടുകളൊക്കെ വരെ വരാം. ചെറിയ കുട്ടിയാണെങ്കിൽ അത് വഴി ഒഴുകി പോകാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഇതുപോലുള്ള വാർണിംഗ് ബോർഡുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ വെക്കുക. ഇരിട്ടി സ്റ്റേഷൻ ഓഫീസർ ടി.ഒ. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരിട്ടി സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ കെ.ബി. ഉന്മേഷ് സ്വാഗതം പറഞ്ഞു. മുൻപ് അപകടങ്ങൾ നടന്ന സ്ഥലങ്ങൾ, ഒഴുക്ക് കൂടുതലുള്ള കയങ്ങൾ, മറ്റ് അപകട സാധ്യതാ മേഖലകൾ എന്നിവ തിരിച്ചറിഞ്ഞാണ് സന്ദർശകർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ഇരിട്ടി നഗരസഭയെ കൂടാതെ ഉളിക്കൽ, പടിയൂർ, ഇരിക്കൂർ, പായം, ആറളം, അയ്യങ്കുന്ന്, മുഴക്കുന്ന് പഞ്ചായത്തുകളിലെ പുഴയോരങ്ങളിലും കേരള കർണാടക അതിർത്തി മേഖലയായ കൂട്ടുപുഴയിലും പദ്ധതിയുടെ ഭാഗമായി ബോർഡുകൾ ഉയരും. ചടങ്ങിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി ദേവസ്യ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എൻ.ജി. അശോകൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ നൌഷാദ്, വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് നേതൃത്വം വഹിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോളമി മുണ്ടാനൂർ പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തി. തുടർച്ചയായുണ്ടാകുന്ന പുഴ അപകടങ്ങളിൽ വിലപ്പെട്ട ജീവനുകൾ പൊലിയുന്നത് തടയാനും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും കൃത്യമായ സുരക്ഷാ അവബോധം നൽകാനുമാണ് ഫയർഫോഴ്സ് ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.